ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നലെ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന, ഇന്നലെ മെനഞ്ഞാന്ന് 2 ദിവസമായിട്ട് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പഞ്ചായത്തിൽ നിന്ന് ജയിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ ആയിരിക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ലേഡിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം അയാളൊരു വിക്റ്റിമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. കാരണം നമ്മളെ ഒരു മനുഷ്യൻ യൂത്ത് ഐക്കണായിട്ട് ഒരു വളരെ സമൂഹത്തിലും യൂത്തിൻ്റെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യൂത്തിൻ്റെ ഒരു ശബ്ദമായിട്ട് മുന്നോട്ട് വന്ന് എല്ലാവരുടെയും ജനശ്രദ്ധ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു വലിയ നല്ല നേതാവ് എന്നുള്ളതായിരുന്നു എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ടുള്ള അറിവ്. രാഹുൽ മാങ്കൂട്ടത്തിനെ എനിക്കിഷ്ടമുള്ള ഒരു ആൾ തന്നെയാണ്. എല്ലാ പാർട്ടികളിലും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിപ്പോൾ CPM-ലും നമുക്കുണ്ട്, അതേപോലെ തന്നെ BJP-യിലുമുണ്ട്, പ്രഫുൽ ഒക്കെ ഉണ്ട്. CPM-ൽ നമുക്ക് ആദ്യം എനിക്കാണെങ്കിൽ നല്ല ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നു ഷംസീറൊക്കെ. പക്ഷേ ഷംസീറൊക്കെ ഇപ്പം ഗണപതിയുടെയൊക്കെ പ്രശ്നം, വിഘ്നേശ്വരൻ്റെയൊക്കെ പ്രശ്നം വന്നതിന് ശേഷമാണ് നമുക്കൊന്ന് താല്പര്യമില്ലാതെ വന്നത്. പിന്നെ എന്നിട്ട് ഒരുപാട് പേരുണ്ട്. നിങ്ങളെല്ലാവരും ലുട്ടാപ്പി എന്ന് വിളിച്ച് കളിയാക്കിയാലും എനിക്ക് റഹീമിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്കാരൻ ഒരു ഇന്നസെൻ്റ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ എല്ലാ പാർട്ടികളിലെയും ചെറുപ്പക്കാരെ, വലിയവരെ, പ്രായമായവർ, നിങ്ങളെന്താ ചെറുപ്പക്കാരെ മാത്രം നോക്കുന്നതെന്നൊന്നും നിങ്ങൾക്ക് തോന്നല്ല കേട്ടോ. നമുക്ക് പ്രായമായവരെയും നമ്മൾ ശ്രദ്ധിക്കും, ചെറുപ്പക്കാരെയും ശ്രദ്ധിക്കും. അപ്പോൾ സഖാവ് പിണറായി വിജയൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു, സഖാവായിരുന്നു പിണറായി വിജയനെ. പിന്നെ അതുപോലെ തന്നെ കോൺഗ്രസിലെ രമേശ് ചെന്നിത്തല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഴയ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ ആൻ്റണി അങ്ങനെ അവരെയൊക്കെ ആയിരുന്നു ഇഷ്ടം. ഇവിടെ CPM-ലെ പിണറായി വിജയൻ, അതുപോലെ തോമസ് ഐസക്ക്, ഇവരെയൊക്കെ നമുക്ക് നല്ല ഇഷ്ടമുള്ള നേതാക്കന്മാരാണ്. പിന്നെ അതുപോലെ BJP-യിലെ ആണെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ നമ്മുടെ പഴയ പ്രസിഡന്റിനെ ഇഷ്ടമാണ്, BJP-യുടെ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണനെ ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ സന്ദീപ് വനസ്പതി ഇഷ്ടമാണ്, സന്ദീപ് വാര്യരെ ഇഷ്ടമായിരുന്നു, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനായല്ലോ. അപ്പോൾ അങ്ങനെ BJP-യിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ നേതാക്കന്മാരുണ്ട്. അപ്പോൾ എല്ലാ പാർട്ടിയിലും നമുക്ക് ഒരു പാർട്ടിയും ഇല്ലാത്തത് കൊണ്ട് ഈ എല്ലാ പാർട്ടികളിലെയും ചില നേതാക്കന്മാരെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരുടെ സംസാര രീതികൾ. അതുപോലെ കോൺഗ്രസ്സിലെ ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ, അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വ്യക്തമായിട്ട് അതിനെ ഒരു ഹോംവർക്ക് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് പറയുന്ന ഒരാളാണ്. കാരണം നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ, ഞാനൊരു പ്രാസംഗികയും കൂടിയാണ്, ഞാൻ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി സംസാരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇഷ്ടം. അപ്പോൾ ഷാഫിനെ ഇഷ്ടമാണ്, രാഹുലിനെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇഷ്ടമാണ്, യങ്സ്റ്റേഴ്സ്. അതേപോലെ ഞാൻ നേരത്തെ പറയുന്ന രമേശ് ചെന്നിത്തല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വളരെ ഇതേപോലെയുള്ള നമുക്ക് ഇഷ്ടപ്പെടാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നമുക്ക് ഉമ്മൻചാണ്ടി സാറ് കഴിഞ്ഞാലാണ്. ഉമ്മൻചാണ്ടി സാറിനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, നടന്നിട്ടില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ, അപ്പോൾ അതിലൊരു ആളായിരുന്നു. അപ്പോൾ അയാളുടെ ഒരു പ്രവൃത്തി, അപ്പോൾ അയാൾ വിജയിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സാരഥി സ്ഥാനത്തേക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നൊരു പദവിയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിനെ തകർക്കാനായിട്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ നിന്നോ എന്നുള്ളത് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു രക്തസാക്ഷി പരിവേഷം പോലെയൊക്കെ തന്നെ ഒരു പാർട്ടിയിൽ, സ്വന്തം പാർട്ടിയിലെ ആൾക്കാരും ഇയാൾ ഉയർന്നു പോയാൽ ഞങ്ങളുടെയൊക്കെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം അവർക്കും ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു കാരണം കൊണ്ടും അങ്ങനെ പിന്നെ എതിർ പാർട്ടിക്കാരുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നമായിരുന്നു, പേടി സ്വപ്നമായിരുന്നു എനിക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്ന പിണറായി സഖാവ്. എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത്ര വലിയ താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണലി നമുക്ക് ഇഷ്ടക്കേടൊന്നുമില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്ക് കോൺഗ്രസ്സിലെ സുധാകരനെ ഇഷ്ടമാണ്, കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അപ്പം അതുപോലെ സുധാകരനും പിണറായിയും തമ്മിലുള്ള ആ ഏറ്റുമുട്ടൽ, അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, അവർ തമ്മിലുള്ള ആ ഒരു സംസാരവും രീതികളും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ പേടി സ്വപ്നമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇവരുടെ തലമുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര തലമുറ വ്യത്യാസമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തോ ഭയങ്കര ഒരു പകയായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ പകയുടെ ഭാഗമായി ഒരു പകപോക്കൽ
പോക്കലിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവുന്ന സമയം ഇദ്ദേഹം ഉയർന്നുയർന്ന് വരുന്ന ഒരു സമയത്താണ് ഈ സ്ത്രീ പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്നുള്ളത് നമുക്ക് ഇത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. 21-22 കാലഘട്ടം തൊട്ടാണ് ഇദ്ദേഹം ഒരു ഉയർന്ന ഒരു സമൂഹത്തിന്റെ ഉന്നത ധാരയിലേക്ക് വന്നു തുടങ്ങിയത് അല്ലെ. 20, 21, 22. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ അദ്ദേഹത്തിനെ തേടി പിടിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആരാധനയിലായിരിക്കാം, ഏതോ ആയിക്കോട്ടെ. ആ ഒരു സ്ത്രീകൾ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തേടി പിടിച്ചു, സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്ത്, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ തേടി പിടിച്ചു, അദ്ദേഹവുമായിട്ട് അടുക്കാൻ ശ്രമിച്ചു. പലരും അടുത്തിട്ടുണ്ടാവാം, പല റിലേഷൻസും ഉണ്ടായി കാണാം. അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ മാറ്ററാണ്. അത് അനുഭവിച്ചവർക്കും അങ്ങനെ ചെയ്തവരുടെയും പേഴ്സണൽ മാറ്ററാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ജയിലിനുള്ളിലാണ്, തടവറയ്ക്കുള്ളിലാണ്. 10-11 ദിവസമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. എന്ത് കാരണത്തിനാണെന്നുള്ളത് നമുക്കിപ്പോഴും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും സ്വീകരിക്കാതെയാണ് അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു നിയമം അറിയാവുന്ന ഏതൊരു വ്യക്തിയും, ആസ് ആൻ എഡ്യൂക്കേറ്റ്, ഒരു നിയമം അറിയാവുന്ന ഏതൊരു വ്യക്തികൾക്കും ഒരിക്കലും അത് നീതീകരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ നിയമം പഠിച്ചുപോയി. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ ABCD നിയമം അറിയാത്ത ആൾക്കാർ, ഒരു നിയമത്തിന്റെ ABCD പോലും അറിയാത്ത ആൾക്കാർ ഇവിടെ ഇല്ല എന്താ ഭൂം ഭൂം എന്നും പറയുന്ന ന്യൂസ് ഇരുന്ന് പറയുമ്പോൾ, ഇത് എല്ലാ ജനങ്ങളിലേക്ക് ഇത് എത്തുമ്പോൾ ജനങ്ങൾ എന്തോ അയാളെ മോശക്കാരനായിട്ട് വിചാരിക്കും, അല്ലെങ്കിൽ ഇവരെല്ലാം സത്യമാണ് പറയുന്നതെന്ന് വിചാരിക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് പറയുന്ന കുറച്ച് പത്രപ്രവർത്തകരുണ്ട്. വിവരമുള്ള ആൾക്കാരും വളരെ നല്ല വിവരമുള്ള ആൾക്കാരുമുണ്ട്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ FIR-നകത്ത് എന്തൊക്കെ ഈ FIR ഇട്ടു. ഈ FIR-ന്റെ 3 ദിവസത്തിനുള്ളിൽ ഈ സ്ത്രീ മൊഴി കൊടുക്കണം, SHOയുടെ മുന്നിൽ മൊഴി കൊടുക്കണം, മൊഴി രേഖപ്പെടുത്തി അത് സൈൻ ചെയ്യണം. എന്ത് ഈസൻ, ഏത് കോടതി, ഏത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഈസൻ. നമുക്ക് BNS പുതിയ 2023 BNS ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് അതിനകത്ത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള നിയമം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് SHOയുടെ മുന്നിൽ മൊഴി കൊടുക്കണം, അതിനുശേഷം 3 ദിവസത്തിനുള്ള വൈദ്യ പരിശോധന, മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ കറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിനെ ജയിലിൽ അടച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യമാണല്ലോ. വെറുതെ 6 മിനിറ്റ് ഞാൻ വെറുതെ കളഞ്ഞു. അപ്പോൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം, നമ്മുടെ എന്തുവാ അതിൻ്റെ പേര്, റിനി എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ഈ റിനി എന്ന് പറയുന്ന സ്ത്രീയാണ് ആദ്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലെ ഉന്നയിച്ചത്. വെറും 24 മണിക്കൂർ പരിചയപ്പെട്ട് 24 മണിക്കൂർ ആയപ്പോഴേക്കും അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്നലെ പറഞ്ഞ കുറച്ച് പ്രസക്തമായ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിന്നീടും രാത്രി ചാറ്റ് ചെയ്യാനും, ടെലഗ്രാമിൽ രഹസ്യ ചാറ്റ് ചെയ്യാനും, രാത്രിയിൽ വീഡിയോ കോൾ ചെയ്യാനും രാഹുലിനെ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഇത് പിന്നെ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്കാണ് ഇത് പറഞ്ഞത്. ഇന്റർവ്യൂ ചെയ്യുന്ന അയാൾ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് ശ്രീനാദേവിയോട്, നിങ്ങളിത് യാഥാർത്ഥ്യത്തിൻ്റെ പുറത്താണ്, നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണോ ഇത് സംസാരിക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യം 100% ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ ചാറ്റിൻ്റെയും ആ വീഡിയോ കോളിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഒരു ജനപ്രതിനിധി ഇത്രമാത്രം എന്താ പറയുന്നത് നിലപാടിൽ ഉറച്ചു നിന്ന്, അല്ലെങ്കിൽ അവരെ അത്രമാത്രം സ്ട്രോങ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ യാഥാർത്ഥ്യം കൃത്യമായിട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതിനകത്ത് ഈ ഒരു ഇത് കേൾക്കുമ്പോൾ, ഇത് ഞാൻ ഒരുപാടങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ആ ഇന്റർവ്യൂ നിങ്ങൾ പലരും കണ്ടു കാണും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതൊരു പകപോക്കലാണ്. നമുക്കൊരു ആളിനെ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ആളിനോട് നമുക്ക് അഭിനിവേശം തോന്നിയാൽ, അല്ലെ ആരാധന തോന്നിയാൽ, ആരാധന തോന്നിയാൽ, ഇപ്പം എല്ലാ മനുഷ്യർക്കും പലവരോടും അഭിനിവേശം അല്ലെ ആരാധന തോന്നും. എനിക്ക് പല ആൾക്കാരോടും ആരാധന തോന്നിയിട്ടുണ്ട്. ആ ആരാധന നമ്മുടെ ഒരു അവസ്ഥയിൽ നിന്ന്, നമ്മുടെ ആ ഒരു ആരാധന കടുത്ത് അതൊരു അഭിനിവേശവും മോഹവും ഒക്കെ ആയി മാറും. ആ മോഹഭംഗത്തിൽ നിന്നുണ്ടാകുന്ന, ചിലപ്പോൾ ആ മോഹത്തിനനുസരിച്ച് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഉയർന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ആ സാഹചര്യം വരുമ്പോഴാണ് പകയുണ്ടാവുന്നത്. പുരുഷനും ഉണ്ടാവും, സ്ത്രീയും ഉണ്ടാവും അല്ലേ. ഒരു പെൺപിള്ളാരുടെയൊക്കെ അവർ പറഞ്ഞത് ആ ഒരു പോയിന്റ് കറക്റ്റാണ്. ഒരു പെൺപിള്ളാർ, ഒരു സുന്ദരിയായ ഒരു സ്ത്രീ,
ആണെങ്കിൽ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രണയമുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പുറകെ നടക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ എത്രയോ കേസുകളുണ്ടായി. മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു, കത്തിക്കുന്നു, മുഖത്ത് ആസിഡ് ഒഴിച്ച് തീ കത്തിക്കുന്നു, കുത്തിക്കൊല്ലുന്നു. അങ്ങനെ അതൊരു പകപോക്കലിന്റെ ഭാഗമാണ്, മോഹഭംഗത്തിൽ നിന്നുണ്ടാകുന്ന പകപോക്കലിന്റെ ഭാഗമാണ്. അതാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്നാണ് എനിക്ക് ശ്രീനാദേവി കുഞ്ഞമ്മ റിനി ജോർജ് എന്ന് പറയുന്ന ആ ലേഡിയുടെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവർക്കൊരു മോഹഭംഗം ഉണ്ടായിട്ടുണ്ട്. ആ മോഹഭംഗത്തിൽ നിന്നും അവർക്ക് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് അടുക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പകപോക്കലാണോ ആ ഒരു പരാതി ആ ഒരു പീഡനത്തിൻ്റെ അല്ലെങ്കിൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത്? പിന്നീട് അവരെന്തിനാണ് രാഹുൽ മാങ്കൂട്ടം എന്നുള്ള രാത്രി അതാണ് ഇതിനകത്ത് മോഹഭംഗം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത്. അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. വീണ്ടും വീണ്ടും ഇല്ല പീഡന പരാതിയല്ല പരമ്പര പോലെ. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറഞ്ഞു. അവരെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇങ്ങനെ ഒരു വന്നപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു പരാതിക്കാരിയെ തേടി പോലീസ് അവരെടുത്തും അന്വേഷിച്ചു എന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏതെങ്കിലും തരത്തിൽ ജയിലറയ്ക്കുള്ളിൽ അടക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശസ്തിയും ഇമേജും തകർക്കണം എന്നുള്ള ഒറ്റ കണക്കൂട്ടൽ, ഒറ്റ കാൽക്കുലേഷനോട് കൂടി തന്നെയാണ് പോലീസും സർക്കാരും നിലനിന്നത്. കാരണം ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ ഒരു ലേഡിയെ വിളിച്ച് ചോദിച്ചു എന്ന് ആർക്കെങ്കിലും പരാതി ഉണ്ടോ എന്ന്. അന്ന് അവർ CPIയുടെ ഒരു പാർട്ടി പ്രവർത്തിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടർ ചാനലുകാരെ വിളിച്ചു എന്ന്, അതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അവരെ വിളിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടി, ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കൊല്ലുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഒരുപറ്റം സ്ത്രീകളെ കൊണ്ടുവന്ന് ഈ സ്ത്രീകളൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്ത്രീകളൊക്കെ വിവാഹിതരായിട്ട് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരല്ല. ഇവരെല്ലാം ഇപ്പോഴും ഭർത്താക്കന്മാരെ കൂടെ ഇപ്പോഴും വിവാഹിതരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ ജീവിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയണമെന്നില്ല. പിന്നെ ഇപ്പോഴും സ്റ്റിൽ അവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ട്. ആദ്യത്തെ ഒരു പരാതിക്കാരിയുടെ ഭർത്താവ് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണമാണ് എൻ്റെ കുടുംബജീവിതം നശിച്ചതെന്ന്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷമാണ് ജീവിതം നശിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവർ പ്രസന്റിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ആ സ്ത്രീ അടുക്കാനുണ്ടായ കാരണം. നമ്മളിത് പറയുമ്പോൾ നമ്മൾ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന് പറയും. എവിടെയാണ് ഇതിനകത്ത് അതിജീവിതയെ അധിക്ഷേപിക്കുന്നത്? അതിജീവിതയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്ന നിയമം എന്ന് പറഞ്ഞാൽ അതിജീവിതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു അതിജീവിതയുടെ പേരുകൾ പരാമർശിക്കുക. നമുക്കറിയില്ല അതിജീവിത ആരാന്നിപ്പോഴും എനിക്കിപ്പോഴും അറിയില്ല. അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും ഫേസ്ബുക്കൊക്കെ. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ അതിജീവിതയെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു. അതിജീവിത ആരാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ ഇവിടെ അതിജീവിതയെ നമ്മൾ പബ്ലിക് ആക്കി അപ്പോൾ ആ മുഖ്യമന്ത്രിക്കെതിരെയാണ് ആദ്യം കേസ് എടുക്കുന്നത്. അതിൽ അതിജീവിത എന്തോ ഒരു എഴുതിയ ലൈൻ വെച്ചിട്ട് കപ്പ് എടുത്ത് വെച്ചിട്ട് ഫുള്ള് PR വർക്ക് അത് തന്നെയാണ് ഏറ്റവും. പിന്നെ ഇവരുടെ എല്ലാം പരാതികളും ഇവരുടെ എല്ലാ FIR-ഉമായിട്ട് ബന്ധപ്പെട്ട് ഇവർ കൊടുത്ത മൊഴികളെല്ലാം ഇവിടെ പുറം ലോകം മുഴുവൻ ഇങ്ങനെ പാറി പറന്ന് കളിക്കുകയാണ്. ഇതെല്ലാം ഇവിടുത്തെ പോലീസും സർക്കാരും മാധ്യമങ്ങളുമാണ്. അവരാണ് 1, 2, 3 പ്രതികൾ. അങ്ങനെ ഒരു കേസ് വരുമ്പോൾ അപ്പോൾ പരാതിക്കാരി ഒരു അതിജീവിത എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പോൾ ഒരു പരാതിക്കാരി, ഒരു വിക്റ്റിമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഐഡന്റിറ്റി നമ്മൾ ആരെങ്കിലും വെളിപ്പെടുത്തിയാൽ, ആ വിക്റ്റിമായിട്ടുള്ള ഒരു സ്ത്രീയുടെ പേര് നമ്മൾ പരാമർശിച്ചാൽ, അവരെ സമൂഹ മാധ്യമത്തിൽ അവരെ അതുപോലെയുള്ള കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞാൽ മാത്രമാണ് ഒരു എന്താ പറയുക, നമുക്ക് മറ്റുള്ളവർക്ക് നമുക്കെതിരെ കേസ് എടുക്കാൻ, പോലീസിന് നമുക്കെതിരെ കേസ് എടുക്കാനുള്ള ഒരു റൈറ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയുന്നതിനും ഞാനൊരു സ്ത്രീയാണ്, വേറൊരു സ്ത്രീയുടെ ആയാലും ഒരു പുരുഷന്റെ ആയാലും എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ ഇവിടെ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ അതിനൊരിക്കലും ഒരിടത്തും വെറുതെ കേസെടുത്ത് കയ്യിൽ വെക്കാം. അല്ലാണ്ട് ഒരു കോടതിയിലേക്ക് ചെന്നാലോ ഒന്നുമില്ല. ലാസ്റ്റ് നമുക്ക് തന്നെ ഇവർ നഷ്ടപരിഹാരം തരേണ്ടി വരും. ഈ നഷ്ടപരിഹാരം ഇവരുടെ ഒന്നും വീട്ടിൽ നിന്നല്ലോ. ഇപ്പം ഇവർ സർക്കാർ വന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും എതിരെ കേസ് എടുത്തിട്ട് കോടതിയിൽ പോയാലും ഇവർ പബ്ലിക് പ്രോസിക്യൂട്ടറിന് കാശ് കൊടുക്കുന്നത് നമ്മുടെ നികുതി പണമാണ്. ഇവർ കേസെടുത്ത് ഏത് ഹൈക്കോടതി, ഇപ്പോൾ അപ്പീലിൽ ഹൈക്കോടതി പോകുന്നു,
ഓരോ ആൾക്കാർക്കും വേണ്ടി അപ്പീലും ഹൈക്കോടതി പോകുന്നു, ഓരോ കേസുകൾ ഹൈക്കോടതികൾ ചെയ്യുന്നു, അത് കണക്ക് സുപ്രീം കോടതികൾ പോകുന്നു. ഇതൊക്കെ ആരുടെ പൈസയാണ്? നമ്മുടെ ജനങ്ങളുടെ കാശ്, നമ്മുടെ നികുതി പണം, നമ്മുടെ കയ്യിൽ നിന്ന് ഓരോ വർഷവും എല്ലാത്തിലും ടാക്സ് വാങ്ങിച്ച് പെട്രോളിന് വില കൂട്ടും, പെട്രോളിന് അധിക സെസ് ഏർപ്പെടുത്തും, ഓരോ സാധനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ ടാക്സ് കൂട്ടും. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും ടാക്സ് കൂട്ടി ആ നികുതി പണം വെച്ചിട്ടാണ് ഇവരിങ്ങനെ കണ്ടമാനം ചെലവാക്കുന്നത് അല്ലേ? ഇവർക്കെല്ലാം വളരെ ലാവിഷായിട്ട് ആഡംബരമായിട്ട് ജീവിക്കാൻ കഴിയുന്നു. ഇവർക്കെല്ലാം സുഖലോലുപതയാണ്. നമ്മളെ പോലുള്ള സാധാരണക്കാരെ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? എങ്ങനെയാണ് EMI അടയ്ക്കുക? എങ്ങനെയാണ് പേഴ്സണൽ ലോൺ തീർക്കുക? എങ്ങനെയാണ് ഹൗസിംഗ് ലോൺ തീർക്കുക? എങ്ങനെയാണ് നമ്മുടെ വണ്ടിയുടെ ലോൺ തീർക്കുക? ഇങ്ങനെ ആലോചിച്ചു ഓരോ മാസവും ആകുമ്പോൾ 20 ദിവസം കഴിയുമ്പോൾ, ഓരോ മാസത്തിന് 20-ാം തീയതി കഴിയുമ്പോൾ നമ്മൾ നീറിപ്പോകുകയാണ് മനുഷ്യന്മാർ. അത് സാധാരണ ഇങ്ങേയറ്റത്തെ ആൾക്കാർ, വളരെ സാധാരണക്കാരായ ആൾക്കാർ മുതൽ വലിയ ഉയർന്ന ആൾക്കാർ വരെ ഇന്ന് കടത്തിൽ മുങ്ങിക്കിടക്കുവാണ്. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കണം, ഒരു മക്കളെ പഠിക്കണം, വിദ്യാഭ്യാസ ലോൺ കിട്ടാത്തതിന് പ്രോപ്പർട്ടി വേണം. ഈ പ്രോപ്പർട്ടി കൊണ്ടുവച്ച ഒരു രോഗം വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് ഒരു ആശുപത്രി കേസ് വേണമെങ്കിൽ അതിനടയ്ക്കാൻ, അതിന് കൊടുക്കാനോ ലോൺ വെക്കാൻ കാശില്ല. ഒരു കുഞ്ഞിനെ പഠിപ്പിക്കണമെങ്കിൽ, ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു വിടണമെങ്കിൽ, മക്കളെ ഏത് രീതിയിലായാലും ഇന്ന് കാശാണ്. അപ്പം അതെല്ലാം ഇന്ന് മനുഷ്യന്മാരൊരു എന്താ പറയുക, മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, മിഡിൽ ക്ലാസ്സും ഇങ്ങേറ്റത്തെ ആൾക്കാരും നശിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ സർക്കാരുകൾക്ക് ഇതൊന്നും അറിയണ്ട. അവർ സുഖലോലുപതരാണ്. അവർക്ക് കാറുണ്ട്, അവർക്ക് ആഡംബര ഹൗസ് ഉണ്ട്, അവർക്ക് നല്ല മാസം തോറും നല്ലൊരു എമൗണ്ട് ശമ്പളമായിട്ട്, നമ്മുടെ നികുതി പണം ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഏത് കേസ് ആരുടെ പുറത്തെടുത്താലും പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് 1.5 ലക്ഷം 2 ലക്ഷം കൊടുത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ വെച്ചിരിക്കണം. അവർ ജയിച്ചാലെന്തോ എടുത്താലെന്തോ, തോറ്റു കഴിഞ്ഞാൽ ഈ കാശ് കൂടുതൽ കൊടുത്ത് ഹൈക്കോടതി പോകും, അത് കഴിഞ്ഞെടുത്ത് സുപ്രീം കോടതി പോകും. ഇതെല്ലാം നമ്മുടെ പാവപ്പെട്ടവൻ്റെ നികുതി പണമാണ്, നമ്മളെ കൊള്ളയടിക്കുന്ന കാശാണെന്ന് അതിനകത്ത് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ അപ്പോൾ ഇത് ജയിലിൽ അടച്ചിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഈ സ്ത്രീകളുടെ, അപ്പം നമ്മൾ പിന്നെ ഈ പരാതിക്കാരികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ പരാതിക്കാരികൾ എന്ന് പറയുമ്പോൾ അവർ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പം സുപ്രീം കോടതി തന്നെ ഓർഡറുണ്ട്, വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ അവർ വിവാഹ വാഗ്ദാനം നൽകി അവരെ ഒരിക്കലും പീഡിപ്പിക്കാൻ കഴിയില്ല. അപ്പം വിവാഹ വാഗ്ദാനം നൽകി എങ്ങനെയാണ് വിവാഹിതരായ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇവർ ഡിവോഴ്സ് വാങ്ങിയിട്ടുണ്ടാവണമെന്ന്, അവർ ഡിവോഴ്സ് വാങ്ങിയിട്ടില്ല. പിന്നീട് ഇവിടെ പീഡനം എന്ന് പറയുന്നു. ഇവിടെയെല്ലാം പ്രണയമാണ്. ഇവരെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇവർ കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിച്ചതും. ഇവരുടെ എല്ലാം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയതൊട്ട് 1 വർഷമാകുന്നേ ഉള്ളൂ. ഇവരൊക്കെ പീഡനം പറയുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അപ്പോഴെങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്നെ ഇതിനകത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിക്കേണ്ട ആവശ്യം എന്താണ്? ഇവരാരും പാലക്കാടുള്ള ആൾക്കാരുമല്ല. അതാണ് നോട്ട് ദ പോയിന്റ്. ഒരു പാലക്കാട് ഇപ്പോൾ എൻ്റെ നാട്ടിലെ ഒരു MLA ഞാൻ വിളിക്കാം. ഇവിടെ എൻ്റെ നാട്ടിലെ MLA പ്രശാന്താണ്. അപ്പോൾ പ്രശാന്തിന് ഞാൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്നെ ഇങ്ങനെ ഒരാൾ പിന്നെ എൻ്റെ വീട്ടിൽ, അതുമല്ല ഞാനൊരു കാര്യം, അത് നമ്മുടെ നമുക്കൊരു കുടുംബ പ്രശ്നം അല്ലാത്തൊരു പ്രശ്നം വന്നാൽ നമുക്ക് MLA വിളിച്ചു പറയാം. സ്വകാര്യം ഇപ്പം ഞാൻ എൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ആയിരുന്നു, എനിക്ക് MLA വിളിച്ച് പറയാമായിരുന്നു, ഞാൻ വിളിച്ചില്ല. ഞാൻ ഇടയ്ക്കൊന്ന് കാണാൻ പോയതാണ്, പക്ഷെ എനിക്ക് MLA കാണാൻ പറ്റിയില്ല ഓഫീസിൽ. അപ്പം നമ്മൾ പിന്നെ കുടുംബ പ്രശ്നം, എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് വഴക്കുന്നത് എന്തിനാണ് നമ്മുടെ MLA വിളിച്ചു പറയുന്നത്? അത് പാലക്കാട് MLA പോലുമല്ല, അതിലൊരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമായിരുന്നു. അയാൾ എന്തിനാണ് വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഞാൻ എപ്പോഴും ചോദിക്കുന്ന പോലെ ഇവിടെ വക്കീലന്മാരല്ലേ, ഗൂഗിളിലൊക്കെ നമ്മുടെ പേരടിച്ച് അപ്പം തന്നെ കിട്ടും, ആദ്യം തന്നെ കയറി വരും. ആദ്യത്തെ 10 നമ്മൾ തന്നെ ഉണ്ട്, അഡ്വക്കേറ്റ് അനഘ. അപ്പോൾ ഈ ബുക്ക് ചെയ്താൽ 2000 രൂപ കൊടുത്താൽ എൻ്റെ അടുത്ത് 1 മണിക്കൂർ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഫീസ് അടയ്ക്കണ്ട, എന്നോട് സംസാരിക്കാം, നിങ്ങൾ എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസോ എന്തെങ്കിലും കാര്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അത് ഇന്ത്യ ലോകത്തിലെ പല ഭാഗങ്ങളിലും തന്നെ വിളിക്കാറുണ്ട്, അമേരിക്കയിൽ നിന്ന് വിളിക്കാറുണ്ട്, ദുബായിൽ നിന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വക്കീലന്മാർ അവിടെ കിടപ്പുണ്ട്. അതുപോലെ സൈക്കോളജിസ്റ്റുകളുണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. അങ്ങനെ പിന്നെ ഈ ഒരു മാരിറ്റൽ പ്രോബ്ലംസ് ഞാനും ചെയ്യുന്നതാണ്, ഫാമിലി പ്രോബ്ലംസ് കൈകാര്യം ചെയ്യുന്ന കൗൺസിലറാണ് ഞാനും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കിടക്കുമ്പോൾ എന്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾക്കാരെ വിളിക്കാൻ പോകുന്നത്? അപ്പോൾ അവിടെ ഒരു വലിയ മിസ്റ്റേക്കാണ്. എന്നിട്ട് അവർ പ്രണയമാവുന്നു, ആ പ്രണയത്തിൻ്റെ ചാറ്റുകളുണ്ട്, പിന്നീട് പ്രണയത്തിനൊടുവിൽ അവരുടെ ഇഷ്ടം നടത്തുന്നു. ആ ഇഷ്ടം നടത്തുന്നതിൻ്റെ ഫലമായി അതിനുശേഷം പിന്നീട് ഏതെങ്കിലും ഒരു കാരണവശാൽ ചിലപ്പോൾ അയാളുടെ സ്റ്റാൻഡേർഡ് നോക്കിക്കാണും, ചിലപ്പോൾ ഇവർ വിവാഹിതയാണെന്ന് അറിഞ്ഞ് അപ്പോൾ ഒരുമിച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് മാറിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ എന്തെങ്കിലും അതുവരെ സംസാരിച്ച പ്രണയത്തിൻ്റെ ഭാഷ മാറിക്കാണും. നമ്മൾ അങ്ങനെയൊക്കെയല്ലേ, നമ്മൾ കല്യാണം കഴിച്ചിട്ട്
വിളിച്ചിട്ട് ഒരാഴ്ച സംസാരിക്കുന്ന കണക്കാണോ അടുത്ത ആഴ്ച സംസാരിക്കുന്നത്? അല്ല, ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ എത്രമാത്രം പ്രണയിക്കുന്ന ആൾക്കാരെ തന്നെ നമ്മൾ ഭയങ്കര പ്രണയമായിരിക്കും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രണയമല്ല, പിന്നെ യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ റിയൽ ക്യാരക്ടേഴ്സ് പുറത്തു വരും. നമ്മൾ എത്ര മൂടി വെച്ചാലും നമ്മുടെ റിയൽ ക്യാരക്ടർ എന്ന് പറയുന്നത് പുറത്തേക്ക് വരും. അപ്പോൾ രണ്ടുപേർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ രണ്ടുപേരും രണ്ട് വഴിക്ക് ഒഴിഞ്ഞു പോകും. ഇതൊക്കെ ആയിരിക്കും സംഭവിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേസ് കൊടുത്ത ഒരാളിനെ ജയിലറയ്ക്കുള്ളിൽ ഇട്ടിരിക്കണം. അയാൾക്ക് പിന്നെ അമ്മയുണ്ട്, അയാൾക്കൊരു സഹോദരിയുണ്ട്, അവിടെയും സ്ത്രീകളില്ലേ. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടല്ലേ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ സർക്കാരുകൾ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞ കുറച്ച് പ്രസക്ത ഭാഗങ്ങളാണ്. മോഹഭംഗം ഉണ്ടാകാം, അത് പകപോക്കലിൻ്റെ ഭാഗമാകും. ആ പകപോക്കലിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതികൾ മുഴുവൻ, അല്ലാതെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളുമല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ചിലവർ ചോദിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചില്ല, ഉഭയകക്ഷി സമ്മതം. എന്ത് സമ്മതിച്ചു? ആര് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചെന്ന്? അടച്ചിട്ട മുറികൾക്കുള്ളിലെ വാദപ്രതിവാദങ്ങൾ ഇതാര് കേട്ടു? ഏതെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്ന ശകലങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നതല്ല വാർത്ത. അയാൾ പറഞ്ഞിട്ടുണ്ട്, 1 മണിക്കൂർ ഞാൻ അവിടെ ചിലവഴിച്ചത് അവർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു അവർ റൂം ബുക്ക് ചെയ്തു. ഞാൻ എൻ്റെ പേര് രാഹുൽ ബിആർ എന്നാണ് എൻ്റെ ഒഫീഷ്യൽ നെയിം, അത് ഞാൻ എഴുതി വെച്ചു. ആ ഹോട്ടൽ ആൾക്കാരോട് തന്നെ റൂം ചോദിച്ചു, അവരാണ് എന്നെ ആ റൂമിലേക്ക് കൊണ്ടുവിട്ടത്. അവിടെ നിന്ന് ഞാൻ 1 മണിക്കൂർ സംസാരിച്ചു. പിന്നെ വേറെ വല്ല പരിപാടിക്ക് പോണവർ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പോൾ അത് സംസാരിച്ചിട്ട് ഞാൻ പോരുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ ഉഭയകക്ഷി സമ്മതവും പറഞ്ഞില്ല, അവിടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധവും പറഞ്ഞില്ല. ചിലപ്പോൾ പ്രണയമായിരുന്നിരിക്കാം, ചിലപ്പോൾ അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവും, അത് അവർ തമ്മിലുള്ള ഇഷ്ടമാണ്. അതിനനുസരിച്ച് പിന്നെ വലിച്ചു കീറിയെന്ന് മാന്തി കീറിയെന്ന് മറ്റേ അത് കഴിഞ്ഞ് പിന്നീട് കാണാൻ വിളിക്കുന്നു. ഇതൊക്കെ എന്താണ്? പിന്നീട് 1 വർഷത്തിന് ശേഷം ഈ ഒക്ടോബറിലും ആ ഒരു ലേഡിയുടെ ചാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഇതെല്ലാം പകപോക്കലിന്റെ ഭാഗമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വിക്റ്റിമായിരിക്കുന്നു. ഇപ്പം നമ്മുടെ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതുപോലെ ഒരു മനുഷ്യന് നമുക്ക് നിലനിൽക്കാൻ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിൽക്കാൻ ഞാൻ അപമാനിതനായി ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്തു കളയും എന്നൊക്കെ ഞാൻ പറയുന്നിട്ടുണ്ട്. കാരണം ഇത്രമാത്രം ഒരു മനുഷ്യനെ തകർച്ചയിലേക്ക് എന്നാൽ എത്രമാത്രം ഉയർന്നു നിന്ന ഒരു മനുഷ്യനെ ചവിട്ടിത്താത്തി പാതാളത്തിലേക്ക് ചവിട്ടിത്താന്ന ഒരു അവസ്ഥ വരുമ്പോഴേ അയാൾ എന്തെങ്കിലും ചെയ്തു കളയുമോ എന്നൊക്കെ നമുക്ക് ഭയം തോന്നും. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരാരും ഉത്തരവാദിത്തം പറഞ്ഞ ആര് സമാധാനം പറയുമായിരുന്നു അല്ലേ? നമ്മളൊരു സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രണയിക്കാം. നിങ്ങൾ ആരും പ്രണയിക്കേണ്ട എന്ന് പറയുന്നില്ല. പ്രണയിക്കുമ്പോൾ ആ പ്രണയത്തിൻ്റെ മധുരം നമ്മൾ പിന്നെയും ഓർക്കും. ഒരു ദിവസമെങ്കിലും നമ്മൾ ആ പ്രണയത്തിൻ്റെ മധുരം രുചിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ പ്രണയത്തിൻ്റെ മധുരം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പകയും ശത്രുതയും? അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരുടെ പുറകെ നടക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കളയുക, അവർക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ മാറിപ്പോവുക. നിങ്ങൾക്ക് വീണ്ടും പ്രണയത്തുരുത്തുകൾ ഇഷ്ടംപോലെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഇരിപ്പുണ്ട്. അല്ലാണ്ട് ഒരാളുടെ പ്രണയം നഷ്ടപ്പെട്ടു എന്ന് കരുതി അയാളോട് പകപോക്കാൻ വേണ്ടി അയാളുടെ ജീവിതത്തെയോ അയാളുടെ കൂടെയുള്ള കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ആ പ്രവണതയിലേക്ക് പോകാതിരിക്കുക. അയാളുടെ ജീവനും ജീവിതത്തെയും അയാളുടെ കരിയറും